ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വീറ്റ് കോണും ക്യാപ്സിക്കവും കൊണ്ടുള്ള ഒരു പിസ്സയാണ്. ഇത് ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് മാവ് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു കപ്പ് മാവിന് നമുക്ക് 2 പിസ്സ വരെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ മാവൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഡയറക്റ്റ് മാവിലിട്ടിട്ടാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയും ഈസ്റ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ചൂടുള്ള വെള്ളം മാത്രം ഉപയോഗിച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് മാവിന് ഏകദേശം 1 കപ്പ് മതി. 1 കപ്പ് തന്നെ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മാവ് ഒരുപാട് തിക്കായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടും പോകരുത്. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലായെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് ഇതൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. നമ്മളിതാ കൈ വെച്ച് കുഴച്ച് ഏകദേശം 4 മണിക്കൂറോളം ഈ ഒരു മാവ് റെസ്റ്റിൽ വെക്കണം. മാവ് കുഴച്ച് അവസാനം റെസ്റ്റിൽ വെക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂണ് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് നല്ല കട്ടിയുള്ള ഒരു പ്ലേറ്റ് കൊണ്ട് ഇതൊന്ന് അടച്ച് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടവൽ വെച്ചിട്ട് ഇത് അടച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് വെച്ചാലും മതി. നമ്മുടെ മാവ് ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കയ്യിൽ ഒട്ടുന്നുമുണ്ട് എന്നാൽ ഒരുപാട് അങ്ങനെ ലൂസായിട്ടുമില്ല. ഇതതുപോലെ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഒന്ന് ഒട്ടി വരുന്ന സ്റ്റേജാണെങ്കിൽ നമുക്കിതൊന്ന് കുഴച്ച് നല്ല കട്ടിയുള്ള ഒരു തുണി വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് വെച്ചാലും മതി. അല്ലെങ്കിൽ നല്ല എയറൊന്നും കടക്കാത്ത രീതിയിലുള്ള ഒരടപ്പാണെങ്കിൽ നിങ്ങൾക്കതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം 4 മണിക്കൂർ നമ്മുടെ പിസ്സേൻ്റെ മാവൊന്ന് റെസ്റ്റിൽ വെക്കണം. ഇനി നമുക്ക് പിസ്സ സോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ സോസ് അത് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂണ് ഓറിഗാനോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അത് 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പിസ്സ സോസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ബാക്കി നമുക്ക് ആ ഒരു മാവൊന്ന് എവാപ്പറേറ്റ് ആയി വരുന്ന സമയം വരെ നമുക്കിതിലേക്കുള്ള സ്വീറ്റ് കോണും ക്യാപ്സിക്കും ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ പൊങ്ങി നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മളിട്ട മാവിൻ്റെ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് 2 പോർഷനാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി കുറച്ച് മൈദാമാവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ കുറച്ച് മാവ് ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ആ പിസ്സേൻ്റെ മാവും കൂടി ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 പോർഷനായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ആദ്യത്തെ ഒരു പോർഷനിൽ നമുക്ക് എങ്ങനെ പിസ്സ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ബാക്കിയുള്ള മാവ് നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ തുണി വെച്ച് ക്ലോസ് ചെയ്തിട്ട് നല്ല അടച്ച് വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പോർഷൻ നമ്മൾ ആദ്യം ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരു പീസ് എടുത്തിട്ട് ഒരു പീസ് ആദ്യം ചെയ്ത പോലെ എയറൊന്നും കടക്കാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് ടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ചിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു പിസ്സേൻ്റെ ഡഫിനെ അതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പരത്തി കൊടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മാവൊക്കെ ഒന്ന് പരന്നു വന്നോളും. ഒരുപാട് അങ്ങനെ തിന്നായിട്ട് എടുക്കരുത്, കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മാവ് എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പെട്ടെന്ന് തന്നെ പിടിക്കും. അപ്പോൾ അത് അതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ള മാവ് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് എടുക്കണം. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് വെക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് വെക്കണ ആ ഒരു കമ്പിയിൽ നമ്മളിതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ഓവനൊന്നും ഇല്ലാണ്ട് അതേപോലെ എയർ ഫ്രയറൊന്നും ഇല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു കമ്പി പോലത്തെ നമ്മൾ ചൂടൊക്കെ ആറാൻ വെക്കണ തെരുക് പോലത്തെ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് നമ്മുടെ ആ ഒരു മാവിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത പിസ്സ സോസിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ജസ്റ്റ് ഒന്നതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ചൊന്ന് തിക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ നല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ഇതൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും കട്ട് ചെയ്ത് നമുക്കിഷ്ടമുള്ള രീതിക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കോ സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണല്ലോ സ്വീറ്റ് കോൺ, അതുകൊണ്ട് തന്നെ ഞാൻ സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വീറ്റ് കോണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചുകൂടി ചീസ് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള പിസ്സയായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ 2 പിസ്സയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. ഇതിപ്പോൾ എയർ ഫ്രയറിലാണ് ഈ ഒരു പിസ്സ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് നോർമലി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ അത് എയർ ഫ്രയറിൽ നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെ മുകളിലാക്കിയിട്ട് നമ്മുടെ ആ ഒരു പിസ്സേൻ്റെ മാവ് വെച്ച് കൊടുത്തിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ പിസ്സയ്ക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് 15 to 20 മിനിറ്റിൽ 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം. അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യാണ്. 200 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ 200 ഡിഗ്രിയിൽ നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം 15 to 20 മിനിറ്റാണ് പിസ്സയ്ക്ക് വേണ്ട ടൈമിങ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 18 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു എയർ ഫ്രയറിൽ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുകയാണെങ്കിലും ഇടയ്ക്ക് നമുക്കൊന്ന് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് സ്പൈസസ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് അതിൽ ഉണ്ടാക്കി കൊടുക്കാം. അതിൻ്റെ ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. അതേ ടൈമറിൽ തന്നെ അവിടെ നിന്നോളും. പിന്നെ നമ്മൾ അടുത്തത് വെക്കുമ്പോൾ അതേ ടൈമിൽ തന്നെ അത് ഓണാവുകയും ചെയ്യും. അപ്പോൾ അതാ ഒരു 18 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ എയർ ഫ്രയർ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഏകദേശം 18 മിനിറ്റ് എടുത്തുള്ളൂ. അതുമ്പോഴേക്കും തന്നെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പിസ്സയായിരുന്നു. സ്വീറ്റ് കോൺ ആയാലും
ക്യാപ്സിക്കവും ചീസൊക്കെ നല്ല രീതിക്ക് തന്നെ മെൽറ്റായി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓവൻ ഇല്ലാണ്ട് എയർ ഫ്രയർ ഇല്ലാണ്ട് എങ്ങനെ പിസ്സ ഉണ്ടാക്കുന്നുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്